നമസ്കാരം. പെരികമന ശ്രീനാഥ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ പുതിയൊരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിഷയം എന്നുള്ളത് നമുക്കറിയാം, വൈശാഖ മാസം ആരംഭിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും വൈശാഖ പുണ്യത്തിലൂടെ എന്നൊക്കെ പറയാറുണ്ട്. ധാരാളം പുണ്യങ്ങൾ, അനവധി പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലഘട്ടം ആണ് ഈ വൈശാഖം. അതായത് 1946 വൈശാഖ മാസം 1-ാം തീയതി എന്ന് പറയുന്നത് 21-ാം തീയതി, ഏപ്രിൽ 21-ാം തീയതി ആണ് ആരംഭിക്കുന്നത്. ഞായറാഴ്ച മുതൽ ഈ ഒരു മാസം ആരംഭിക്കുകയാണ്. വളരെ ശ്രേഷ്ഠതകൾ, വിശേഷ ഗുണങ്ങളൊക്കെ തന്നെ പറയുന്ന ഒരു മാസമാണ് ഇത്. പ്രത്യേകിച്ച് ഇത് പുരാണങ്ങളിൽ പറയുമ്പോൾ നമുക്കറിയാം, അത് വേദകാലത്ത് തന്നെ അത് ആചരിച്ചു വന്നതായിരിക്കാം പുരാണങ്ങളിൽ പരാമർശിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ കാലത്തും ആചരിക്കുന്നതും കൂടിയാണ്. പുരാണേഷു അഭിനവം. ഇന്നും അത് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് പുരാണത്തെ, പണ്ടുള്ള ആൾക്കാർ, ആചാര്യന്മാർ പുരാണത്തെ ആശ്രയിച്ചിട്ട് നീങ്ങാറ്. അനവധി കാര്യങ്ങൾ ഇന്നും നമ്മൾ ആവർത്തിക്കുന്നത്, അനവധി വ്രതങ്ങളാവട്ടെ, എത്രയോ തരത്തിലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ പുരാണത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. എങ്കിൽ അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടത്, ഈ വൈശാഖ മാസത്തിൽ നമ്മൾ എന്തു വേണ്ടു? വൈശാഖ പുണ്യത്തിൻ്റെ ഏറ്റവും പ്രധാനം ദാനധർമാദികളാണ്. വളരെ നിഷ്പ്രയാസം ദാനത്തിൻ്റെ പൂർണ്ണ ഫലത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. ദാനം എന്നുള്ളത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന് ധർമായ, യശസായ, സ്വജനായ, കാമായ, ഇങ്ങനെ 5 തരത്തിൽ വിഭജിക്കാൻ വേണ്ടി പുരാണത്തിൽ വളരെയധികം പരാമർശിക്കുന്നു. ഈ ഭാഗവത പുരാണത്തിൽ, ശ്രീമദ് ഭാഗവതത്തിൽ മഹാബലി ചരിതം പറയുമ്പോൾ, വാമനാവതാരം പറയുന്ന സന്ദർഭത്തിൽ, അഷ്ടമസ്കന്ധത്തിൽ ഏകദേശം ഒരു 15-ാമത്തെ അധ്യായം മുതൽ പിന്നെ ഈ ഒരു ബലിചരിതത്തെ നമുക്കതിൽ കാണാം. അവിടെ പ്രത്യേകം വിസ്തരിച്ച് പറയാം. കഥയുടെ തന്നെ ഒരു രത്ന ചുരുക്കം, ഒരു മനുഷ്യൻ്റെ ഒരു ഭൗതിക സമ്പത്ത് കൊണ്ടുവന്നു പോയ, ഭൗതിക സമ്പത്ത് കൊണ്ട്, ബുദ്ധി കൊണ്ടും യശസ് കൊണ്ടും ധനം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വീര്യം കൊണ്ടും തപസ്സുകൊണ്ടും ഇതൊക്കെ മനുഷ്യന് വന്നു ചേരുന്ന, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് വന്നു ചേരുന്ന ഈ ആസുരീകതയുടെ മുകളിൽ ഇതൊക്കെ കൂടി വന്നു ചേരുമ്പോഴേക്ക് ലോകാനാമേകമീശ്വരം എന്ന തരത്തിലേക്ക് ഈ മഹാബലി മാറുകയും, അത് നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം ചിന്തിക്കേണ്ടതാണ്. നോക്കൂ, ഈ ആനുകാലികതയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴും അത്രമാണ് നമുക്ക് പുരാണങ്ങൾ സത്യമായിട്ട് തോന്നുക. ഇന്നും അതുപോലെ നമുക്ക് തോന്നാൻ സാധിക്കും. എത്രയോ പേർക്ക് ഈ ആസുരിക ഭാവം വന്നു, അതോടൊപ്പം തന്നെ അനവധി ഭൗതിക സമ്പത്തുകൾ കൂടി വരുമ്പോൾ ഈ ലോകത്തെ ഒന്നോട്ടൊക്കെ നമുക്ക് ഭരിച്ചു കളയാം എന്നൊക്കെ തോന്നും. അനവധി തരത്തിലുള്ള അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ, ആറ്റിറ്റ്യൂഡ് മാറും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ ദാനധർമ്മത്തിലൂടെ, ആ ഒരു കഥയിലൂടെ അവിടെ ഉറപ്പിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ പൂർണ്ണമായ സംതൃപ്തി നേടേണ്ടത്, പൂർണ്ണ യോഗ്യത എങ്ങനെയാണ് കൈവരിക്കേണ്ടത് എന്നാണ്. ചെറിയ ഒരു കാര്യമല്ല അതിൽ എന്നുള്ളതാണ്. അത് അത്ര കണ്ട് ഈ ദാനങ്ങൾക്ക് ഒരു പ്രസിദ്ധി ഉണ്ടെങ്കിൽ, എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള അർഹമായതിനെ നിലനിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും പുതിയതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സാക്കി വെക്കാൻ വേണ്ടിയിട്ട്, ഒരു തലത്തിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ദാനധർമ്മങ്ങളെ വളരെയധികം പുരാണത്തിൽ പരാമർശിക്കുന്നു. ഇവിടെ ഈ വൈശാഖ മാസത്തിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ദാനം ചെയ്തു കഴിഞ്ഞാൽ അത്രയധികം അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തെയും സമ്പത്തിനെയും യശസ്സിനെയും ഒക്കെ വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം ഈ വൈശാഖ മാസത്തിലുള്ള ഏറ്റവും വലിയൊരു വിശേഷം എന്നുള്ളത്, നമ്മുടെ മനസ്സിന് വളരെയധികം പോസിറ്റീവ് എനർജി ചെറിയ തരത്തിലുള്ള ഒരു ദാനകർമ്മങ്ങൾ കൊണ്ടുപോലും സാധിക്കും എന്നുള്ളതാണ്. ദാനകർമ്മങ്ങൾ ശ്രദ്ധയാദാനം, ശ്രദ്ധയോടുകൂടി നമുക്ക് ദാനം ചെയ്യാനും സാധിക്കണം. അർഹതയുള്ളവർക്ക് അത് ദാനം ചെയ്യാൻ സാധിക്കണം. എങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ദാനങ്ങളിൽ ഗജതുരക സഹസ്രാണാം ഗോകുലം കോടിദാനം കനകരചിത പാത്രം, എത്രയെത്ര ദാനങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അന്നദാനം. നഹി നഹി ബഹുദാനം അന്നദാന സമാനം. അന്നദാനത്തിന് സമാനമായിട്ട് ഒരു ദാനങ്ങളെയും ഈ ലോകത്ത് പറയുന്നില്ല. എങ്കിൽ ധാരാളമായിട്ട് അർഹതയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാവണം. ഇനി അതൊന്നും സാധിക്കാത്തവർക്ക് മനസ്സുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ദാനം ചെയ്യാൻ വേണ്ടി സാധിക്കണം. യഥാശക്തി നമ്മുടെ മനസ്സിന് തൃപ്തിയാണ് ഇത് ഉദ്ദേശിക്കുന്നതെങ്കിൽ മനസ്സിലേക്കുള്ള പൂർണ്ണ ഒരു പോസിറ്റീവ് എനർജി ഇത്തരത്തിലുള്ള ദാനത്തിലൂടെ, വിശേഷപ്പെട്ട് ക്ഷേത്ര ദർശനം ചെയ്യുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതോടൊപ്പം തീർത്ഥാടനങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളും ആധ്യാത്മിക ശ്രവണ മനനങ്ങൾ ചെയ്യുന്നതിനൊക്കെ വിശേഷപ്പെട്ട് പറയുന്ന ഒരു കാലഘട്ടമാണ് ഈ വൈശാഖ മാസം. ഈ ഒരു 10-ാം ഉദയത്തോടുകൂടി ആ സൂര്യൻ്റെ
രഥചക്രങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കയറി വരിക. അതാണ് 10-ാം ഉദയം എന്ന് പറയുമ്പോൾ തന്നെ സൂര്യഭഗവാൻ നേരിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരാൻ സാധിക്കണം. അതോടൊപ്പം ഈ വൈശാഖ മാസത്തിൽ നമുക്ക് നല്ലതുപോലെ ക്ഷേത്ര ദർശനങ്ങളും, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ അനവധി ക്ഷേത്രങ്ങളിലാണ് ഈ വൈശാഖ ഉത്സവങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് ദർശിക്കാനും തൊഴാനും പ്രാർത്ഥിക്കാനും മനസ്സ് നല്ലതുപോലെ ഈ ഒരു കാലത്ത് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. ഇനി വരുന്ന കാലഘട്ടത്തിലേക്കുള്ള വിഷമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു വഴി ഇതാ, ഈശ്വരീയതയിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നല്ലതുപോലെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ബലത്തോടുകൂടി ചേർത്ത് വെക്കാൻ വേണ്ടി സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.